We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. From this day on. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീടങ്ങളിയാകരുതേ. കാരുണ്യവനായ കർത്താവേ, ഇന്ന ദിവസം എങ്കിലും സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം വിവാഹത്തിനായി ഒരുക്കൊണ്ടിരിക്കുന്ന ജോസിനെ റോസ്മരി എങ്കിൽ സമർപ്പിക്കുന്നു.
ഇന്നേ ദിവസം അവർ ആരംഭിക്കുന്ന ഈ ജീവിതാവസാനം വരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് 2 കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കുന്നു. 2 കുടുംബങ്ങളെ ഇന്നേ ദിവസം അങ്ങ് ഒന്നിച്ചു ചേർക്കുകയാണല്ലോ. എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഇവരുടെ കുടുംബാംഗങ്ങളെയും കാത്ത് സംരക്ഷിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ ചടങ്ങുകളും എല്ലാം അങ്ങ് സമർപ്പിക്കുന്നു. ഇന്നേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങയുടെ മാർഗ്ഗ സഹായം ഇന്നേ ദിവസം മുഴുവൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീരുകയും ചെയ്യട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എത്രയും ദയുള്ള മാതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും.
രക്ഷിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുടകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹിക്കുന്നതാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനാഥനും നല്ല സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിക്കുവാൻ നിങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. അവരുടെ വാക്കുകളല്ല പെരുമാറ്റത്തിൽ നേടാൻ കാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ മാർഗവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമായ മോടികളായ ഇനിയും മുടിയോ ഇനിയും സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. ഇനിയോ ദൈവത്തിൻ്റെ അമൂല്യമായ സൗമ്യവും ശാന്തമായ ആത്മാവുമാണ്. മനസ്സിലാക്കുന്ന അതിനാണ്
ദൈവത്തിൽ പ്രത്യാശിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം അനുകരിക്കുകയും തങ്ങളുടെ വിജയിച്ചിട്ടുണ്ട്. അപ്രകാരത്തെ നാലായി വിളിച്ചുകൊണ്ട് സാധാരണ സംസാരിക്കുന്നില്ല. നന്മ ചെയ്താൽ നിങ്ങൾ അവരുടെ ഭർത്താവും ഒരു ഭീഷണി കാര്യമാക്കേണ്ടതില്ല. ഈ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോട് ജീവിക്കും. സ്ത്രീ ബലഹീനമാണെങ്കിലും ജീവദായമായ വലിയ അവകാശമാണെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥന തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. സ്നേഹമുള്ള വൈദികരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ തിരുക്രമങ്ങളുടെ മുഖ്യ കഥാപാത്രങ്ങളായ ജോസഫ് റോസ്മരിയ, ആദ്യമേ തന്നെ ജോസഫ് റോസ്മരിയായിരിക്കും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയോടെ നേരുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ അവസാനം നമ്മൾ പ്രകാരമാണ് അവസാനിപ്പിച്ചത്. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ വചനം അക്ഷരാർത്ഥത്തില് യാഥാർത്ഥ്യമാകുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മളായിരിക്കുക. ജോസന്റെ ജീവിതത്തില് ഏറ്റവും മേൽത്തരം വീഞ്ഞായ റോസ്മരിയയെ ഈശോ കാത്തുവെച്ച ദിവസമാണ്.
അതുപോലെ തന്നെ റോസ്മരിയയുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായ ജോസനെ ദൈവം കാത്തുവെച്ച ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വിവാഹമെന്ന കുദാശയിലൂടെ ജോസന്റെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന ഇണയെയാണ് ഇന്ന് ലഭിക്കുക. അതുപോലെ തന്നെ റോസ്മരിയയുടെ ജീവിതത്തിൽ ഇവിടെ രണ്ടുപേരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് രണ്ട് വ്യക്തികളായിട്ടായിരുന്നെങ്കിൽ ഈ ദേവാലയത്തിന്റെ ഈ വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇവർ രണ്ട് വ്യക്തികളല്ല, മറിച്ച് ഒറ്റ വ്യക്തിയായിട്ട് മാറുകയാണ്. ക്രിസ്തുവിൽ ഏക ശരീരവും ഏക ആത്മാവും ഏക മനസ്സുമായിട്ട് തീരുകയാണ്. വിവാഹമെന്ന കുദാശയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ വലിയ സ്നേഹത്തിലാണ് ഇവർ ഒന്നു ചേരുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ തന്റെ വധുവിനെ സ്നേഹിക്കണമെന്നാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചത്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ക്രിസ്തു സഭയെ വില കൊടുത്ത് സ്നേഹിച്ച വ്യക്തിയാണ്. തന്റെ ജീവൻ പോലും സഭയ്ക്കായി നൽകി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അത്രമാത്രം സ്നേഹം പങ്കുവെച്ച് നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ പറയുക, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ വേണം വധുവും വരനും പരസ്പരം സ്നേഹിക്കുവാനായിട്ട്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയുള്ള ജീവിതമാണ്. ഇവരിൽ നിന്ന് എടുക്കുന്ന ഈ ഉടമ്പടി അവസാനിക്കുന്നത് ഇവരുടെ മരണത്തോടു കൂടിയാണ്. കേവലം ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന കാര്യമല്ല വിവാഹ ജീവിതം. അത് ജീവിതാവസാനം വരെ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. വിശ്വസ്തയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട രീതിയാണ്. നമ്മൾ വിവാഹത്തിന് കുദാശയായിട്ട് അറിയുമ്പോൾ നമ്മുടെ മുൻപിലായിട്ട് വെച്ചിരിക്കുന്ന വസ്തുക്കളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ വസ്തുക്കളെല്ലാം ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് വിവാഹത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന താലിചാർത്തലാണ്. മിന്നുകെട്ടി സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ വിവാഹ താലി എടുത്തു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കുരിശ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കുരിശിലേക്ക് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ആ കുരിശ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതാനും ചില മുത്തുകൾ ചേർത്ത് വെച്ചാണ്. 7ഉം 12ഉം ഒക്കെ എണ്ണം കരുതിയാണ് മുത്തുകൾ വെച്ചാണ് കുരിശ് നിർമ്മിച്ചിരിക്കുക. എന്താണ് ഈ കുരിശിന്റെ അർത്ഥം? 7 എന്ന ആ അർത്ഥത്തിന്റെ അർത്ഥം നമുക്കറിയാം, കൂദാശകളാണ്. വിവാഹ ജീവിതത്തിലൂടെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കേണ്ട പുണ്യങ്ങളാണ് കൂദാശ ജീവിതം. അതുപോലെ തന്നെ 12 എന്ന അർത്ഥം നമുക്കറിയാം, ഇത് 12 സ്ത്രീഹന്മാരെ സൂചിപ്പിക്കുന്നതാണ്. സഭയോട് ചേർന്ന് നിന്ന് കൂദാശകളോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതമായിരിക്കണം ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടതെന്നാണ് താലി നമ്മെ ഓർമ്മിപ്പിക്കുക. അതുപോലെ നമ്മൾ കാണുന്ന മറ്റൊരു വസ്തുവാണ് മോതിരം. മോതിരത്തിൽ നമ്മൾ കാണുന്നത് മോതിരത്തിന്റെ ആകൃതി വൃത്തമാണ്. ഒരിക്കലും അതിനൊരു തുമ്പ് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല, അതിന്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പൂർണ്ണതയുടെ അടയാളമാണ് വൃത്തം. വിവാഹ ജീവിതത്തിൽ സ്നേഹം ഒരിക്കലും അതിരുകളില്ലാത്തതായി തീരണം, എപ്പോഴും പൂർണ്ണതയുള്ള സ്നേഹമായി മാറണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിവാഹത്തിൽ നമ്മൾ അണിയുന്ന മോതിരം. അതുപോലെ തന്നെ വിവാഹ സമയം നമ്മൾ കൊടുക്കുന്ന ജപമാല നമുക്കറിയാം. ഇതിന്റെ വചനത്തിൽ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. ആ കാനായിലെ കല്യാണ വീട്ടില് അവരുടെ കുറവ് ആദ്യം മനസ്സിലാക്കിയ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായിരുന്നു. മറ്റാരും പറയാതെ തന്നെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന്റെ കുറവ് മനസ്സിലാക്കുകയും ആ കുറവ് മറ്റുള്ളവരോട് പറയാതെ പറയേണ്ട വ്യക്തിയോട് മാത്രം പരിശുദ്ധ അമ്മ വന്ന് പറയുകയാണ്. ഈശോയോടാണ് പരിശുദ്ധ അമ്മ വന്ന് ആ കുറവ് പറയുക. ജപമാല നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കണമെന്ന് വിവാഹത്തിന്റെ കുദാശ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ധരിപ്പിക്കുന്ന മന്ത്രകോടി എന്ന് പറയുന്നത് ദാമ്പത്യ വിശ്വസ്തതയുടെ അടയാളമാണ്. ദാമ്പത്യ വിശ്വസ്തത ജീവിതാവസാനം വരെ നമ്മൾ കൊണ്ടു നടക്കണമെന്നതിന്റെ സൂചനയാണ് നമ്മൾ മന്ത്രകോടി അണിയിക്കുന്നതിലൂടെ അർത്ഥമാക്കുക. ഇന്നത്തെ തിരുക്കർമ്മത്തിലെ വചനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചില പ്രതിജ്ഞകളെടുത്തു.
സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. ജോസഫിന്റെ ജീവിതത്തിലും റോസ്മരിയുടെ ജീവിതത്തിലും ഒക്കെ മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് നിങ്ങൾ തമ്മിൽ ബാധി തീർക്കുക. ഒരിക്കലും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് ആ വിഷമങ്ങൾ കടന്നു പോകരുത്. കിടക്കുന്നതിന് മുമ്പായിട്ട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞ് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാനായിട്ട് പോകാവുള്ളൂ. വിവാഹ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്കത് വലിയ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാരണമാകും. ഇന്ന് മുതൽ കിഴക്കേക്കര കുടുംബം നടുവിലേത്തറയിൽ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറണം. അതുപോലെ തന്നെ നടുവിലേത്തറയിൽ കുടുംബം കിഴക്കേക്കര കുടുംബത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറണം. നമ്മൾ ഈ വിവാഹ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ജോസഫും റോസ്മരിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് അച്ഛനും ഞാനും ഒരുമിച്ച് പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. നഴ്സറി മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അനിയനായിട്ട് ഞങ്ങൾ ജോസഫിനെ കരുതുമായിരുന്നു. ജോസഫ് വളരെ നിഷ്കളങ്കതയുള്ള ഒരു വ്യക്തിയാണ്. പഠന കാലഘട്ടങ്ങളിലെല്ലാം വളരെ സിമ്പിളായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി. മറ്റുള്ളവരോടെല്ലാവരോടും സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന വ്യക്തി. ചെറിയ പിടിവാശികളുണ്ടെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വ്യക്തി. ഞങ്ങൾ ഓർക്കുന്നു, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ തോമസ് അച്ഛൻ്റെ വീടിന്റെ പറമ്പിലാണ് ക്രിക്കറ്റ് കളിക്കുക. അവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ജോസഫ് കളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ബാറ്റ് കൊണ്ട് വീട്ടിലേക്ക് പോകും. നമ്മളെല്ലാം നോക്കി നിൽക്കും, ബാറ്റൊന്നും അവിടെ കാണുകയില്ല. വളരെ നിഷ്കളങ്കത ഉള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജോസഫിന്റെ ജീവിതത്തിലെ ഈ വലിയ അനുഗ്രഹം റോസ്മരിയായിക്ക് വലിയ അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ റോസ്മരിയായും അതുപോലെ തന്നെ ആയിരിക്കണം ജോസഫിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് തീരണം. നമ്മുടെ ഈ ജോസഫിന്റെ പേരെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, റോയിച്ചേടനെ ചേച്ചി എത്രമാത്രം ശ്രദ്ധയോടെയാണ് തന്റെ മക്കൾക്ക് പേരുകൾ നൽകിയത്. നമുക്കറിയാം, തോമസ് അച്ഛന്റെ വിശുദ്ധൻ തോമസ് ആണ്, ജോസഫിന്റെ വിശുദ്ധൻ ജോസഫാണ്. തോംസൺ തോമസിന്റെ മകനാണ്, ജോസഫിന്റെ മകനാണ്. മാമോദീസ പേരും ഒഫീഷ്യൽ നെയിമും ഒരുപോലെ ഇട്ടുവെച്ചിരിക്കുകയാണ്. അതായത് ഇവരെ ഈ റോയിച്ചേട്ടനെ മിനിച്ചേച്ചിയും വളർത്തിയത് ക്രിസ്തീയ വിശ്വാസത്തിലാണ്, ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ചാണ്. അതുകൊണ്ട് തന്നെ പേരിന് കാരണമായ വിശുദ്ധൻ തന്റെ പേരിന്റെ കൂടെ തന്നെ കാണണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം, ജോസഫിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ പുണ്യങ്ങളായിരുന്നു. ജോസഫ് നീതിമാനായിരുന്നു. അവൻ ഒത്തിരിയൊന്നും സംസാരിച്ചില്ല. തന്റെ ജീവിത പങ്കാളിയെ മരണം വരെ അവൻ കാത്തു സൂക്ഷിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോഴും, സത്രത്തിൽ തങ്ങൾക്ക് സ്ഥലം ലഭിക്കാതെ വന്നപ്പോഴും, മറ്റെല്ലാവരും തങ്ങളെ അവഗണിച്ചപ്പോഴും ഒന്നും ഈ ജോസഫ് ഒരിക്കൽ പോലും മറിയത്തെ വിട്ടുകളയുകയോ അല്ലെങ്കിൽ മറിയത്തെ കുറ്റവിധിക്കുകയോ ചെയ്യുന്നില്ല. എപ്പോഴും മറിയത്തെ ജോസഫ് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ ജോസഫിന്റെ ജീവിതത്തിൽ റോസ്മരിയെ എപ്പോഴും ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കട്ടെ. ഈ കുടുംബജീവിതം സന്തോഷപ്രദമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ ജോസഫിന് വേണ്ടി റോസ്മരിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആദ്യ പുരുഷന് ജീവിതസഖിയെന്ന ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ മാറ്റുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തെ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമർത്ഥമായി ചൊരിയണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും തിരുമണവാളം
പൂർണ്ണമാസമോത്തോടുകൂടി റോസ്മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റോസ്മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സുന്ദരമായ മനസ്സോടും പൂർണ്ണമാസമോത്തോടും കൂടി ജോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ യുവാവോട് പഠിക്കാൻ സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരനുസരിച്ച് പിടിക്കുന്നു. അബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. വിശ്വാസ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ പ്രത്യേകമായി അഭ്യതിമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസ്തയും ഇവരെ പ്രതിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കാനും ഇതിന് ഉചിതമായിരിക്കുന്ന കുരിശിവരുടെ ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അടയിക്കുന്ന മോതിരങ്ങളൊക്കെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും. വിവാഹത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെല്ലാം ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ നയിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സഹോദരനെ തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ഓർത്ത് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരുടെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
സൂര്യനായി തഴുകി ജീവിതം എൻ ഹൃദയാകാശത്തിറയെ നിൻ കൃപകൾ തിരണമായി നീ കുളിരൂറുന്ന കാറ്റിൽ നിൻ സ്വരം കേൾക്കുന്ന നിൻ മാറിൽ ചാഞ്ഞുവന്ന സ്തുതിഗീതം പാടി വാഴ്ത്താം. നീ ചോരയാൽ തഴുകിയ മനസ്സും നീ സൂര്യനായി തഴുകിയ ജീവിതം. ഒരു കുഞ്ഞു പൂവായി നിന്റെ തിരുമുൻപിലണയും നേരം കരളിന്റെ ഉള്ളിൽ പോലും തെളിയുന്നൊരാശാനാളം. ഒരു കുഞ്ഞു പൂവായി നിന്റെ തിരുമുൻപിലണയും നേരം കരളിന്റെ ഉള്ളിൽ പോലും തെളിയുന്നൊരാശാനാളം. തമ്പേറ്റ് വീഴുമ്പോഴും ചങ്കിന്റെ ഉള്ളിൽ നിന്റെ അഭിഷേകമേകുന്നല്ലോ അറിവോടെ സമർപ്പിച്ച് ദൈവം കൊള്ളുന്ന യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ നാളായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടെ. കർത്താവായ മിശിഹായ ദൈവത്തിന്മാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം. അനന്തമായ സ്നേഹത്താൽ പുരുഷനെ സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനാദയം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. Oh, I'm never gonna let you go. Oh, I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold on to, I'm gonna hold on to you. And I won't look back to things in the past, 'cause I know that I found forever in the love that we have. And all I see, and all that I did. Good morning, ladies and gentlemen. Welcome to this beautiful celebration of love, laughter, and happy ever after. My name is Siona Sivi, and I'm present sister of Jocelyn Cherdai. I am honored to be your host for this day as we gather to celebrate the incredible union of Rosemary Chechi and Jocelyn Cherdai. ഇന്ന് നമ്മുടെ ജോസൻ ചേട്ടായുടെയും റോസ്മരി ചേച്ചിയുടെയും ഈ സ്പെഷ്യൽ ഡേ അവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, it's the time for the we have all been waiting for. In this day, we celebrate love, partnership, and the beginning of an incredible journey for two amazing people. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേയിലെ സൂപ്പർ സ്റ്റാർസ് ആയ നമ്മുടെ ജോസൻ ചേട്ടായും റോസ്മരി ചേച്ചിയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ജോസൻ ചേട്ടായി ആൻഡ് റോസ്മരി ചേച്ചി, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. Rosemary Chechi and Jocelyn Chetai, you are surrounded by family, friends, and so much love. As you step onto this stage, this room is filled with people who believe in your love and are here to celebrate your journey together. Let's all give them another round of applause to show how much
support them. നമുക്കിനി നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസിനെ പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ നമ്മുടെ ഹാൻഡ്സം ഗ്രൂമായ ജോസൻ ചേട്ടായിനെ പരിചയപ്പെടാം. Joseph Roy is an accomplished individual with a strong academic and professional background. He has completed his schooling at Sacred Heart English Medium High Secondary School and St. Joseph English Medium School, Neeru. Further excelling in his higher studies at St. Mary's High Secondary School, Arakuda. Joseph Chetai pursued 4-year degree in Hotel Management at St. Joseph Institute, Chunacheri, Pada, followed by a specialization in Masters in Culinary Arts Management from University College, Birmingham. Currently, he is working as a chef manager at Beaumont Care Home, Northern Ireland. നമുക്കിനി നമ്മുടെ ഇന്നത്തെ ക്യൂട്ടി പടിയായിട്ടുള്ള ബ്രൈഡിനെ പരിചയപ്പെടാം. റോസ്മേരിയ ജോസഫ് is a talented and accomplished individual. She began her education at St. Mary's HSS Tikoy. Before earning her BSc Nursing from Holy Family Hospital, Mudrakudam, he worked in Tragedy Hospital and Government Hospital in Palai. Now, she is working at City Hospital and a Belfast Health and Social Care Trust at Northern Ireland, UK. നമുക്കറിയാം, ഈ ഒരു ഡേറ്റ് വേണ്ടി ഇവരെക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത് ഇവരുടെ പേരൻസ് ആയിരിക്കും. ഇവരുടെ ബാക്ക് ബോൺ ആയിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് നിന്ന ഇവരുടെ പേരൻസ്. ഇവരുടെ പേരൻസിനെ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാതെ നമ്മുടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകില്ല. സോ ഞാൻ അടുത്തതായി ഇൻവൈറ്റ് ചെയ്യുന്നത് ഇവരുടെ പേരൻസിനെയാണ്. ഫസ്റ്റ് ദ ഗ്രൂപ്പ്സ് പേരൻസ് Roy Sirek and Minnie Roy are remarkable figures in their own right. Roy Sirek is a dedicated planter from Philadelphia family, while Minnie Roy is a good homemaker from Kanyatingal family. Roy and Minnie Angie, please come on to the stage. നമുക്കിനി നമ്മുടെ ബ്രൈഡിന്റെ പേരൻസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ജോസഫ് കുര്യാക്കോസ് ആൻഡ് ഷൈനി കുര്യാക്കോസ്. And he is a retired staff at St. George Motors. He is from Naduvekkaran family. And Andy is a retired staff at St. Mary's HSS Tikoy. She is from Nellanikal family. Uncle and Andy, please come on to the stage. ഇവരുടെ ഫാമിലി ഇവിടെ പൂർണ്ണമായിട്ടില്ല അല്ലേ? 2 പേരും കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താലേ ഇവരുടെ ഫാമിലി ഇവിടെ പൂർണ്ണമാകത്തുള്ളൂ. അതെ, മറ്റാരുമല്ല, ഇവരുടെ സിബ്ലിങ്സിനെയാണ്. ആദ്യം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് ബ്രദർ ഫാദർ തോംസൺ കേൾക്കേക്കുക. He has an impressive background as well. He joined in seminary after 10th class. Ordination on 2024 January. Currently, he is the assistant vicar of St. Joseph Church, Kodallur. തോംസൺ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. നമുക്കിനി നമ്മുടെ ബ്രൈഡിന്റെ വൺ ആൻഡ് ഓൺലി സിസ്റ്ററായ ആംഗ്ലിയ ജോസഫിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. She is a 3rd-year BSc Nursing student in NRI Medical College at Andhra Pradesh. ചേച്ചിനെ ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. The lighting of the lamp signifies the removal of darkness and the beginning of a new journey filled with light, hope, and prosperity. I would like to invite our lovely bride and groom, Rosemary Cici and Joseph Chetai, to come forward and light the ceremonial lamp.
couple performs together as partners. It's a gesture of unity, love, and of course, the promise of a sweet journey ahead. So, without further ado, let's invite our standing bride Rosemary Chechi and our dashing groom Jocelyn Chetai to the center stage for this wonderful moment. Next is wine toasting ceremony. Now, ladies and gentlemen, we come to a moment of elegance and celebration as we embark on the wine toasting ceremony with our beautiful couple, Rosemary Chechi and Jocelyn Chetai. In this special tradition, we'll be led by none other than charming young couple who hold a special place in Jocelyn Chetai's life. His cousin brother, Jeevan Chetai, and his lovely wife, Aina Chechi. Jeevan Chetai and Aina Chechi, known for their vibrant energy and warmth, will guide Rosemary Chechi and Jocelyn Chetai through this ceremonial experiences, symbolizing love, unity, and the richness of life. So let's put our hands together and warmly welcome Jeevan Chetai and Aina Chechi. ജോസനും റോസലിയും മധുരം വെക്കട്ടെ. Cold bones, yeah, that's my love. She hides away like a ghost. Ooh, does she know that we bleed the same? Ooh, don't I cry, but I break that way. Cold sheets
am searching high, I'm searching low in the night. Ooh, does she know that we bleed the same? Ooh, don't wanna cry, but I break that way. Did she run away? Did she run away? I don't know. If she ran away, if she ran away, come back home. Just come home. I got a fear, oh, in my blood. She was carried up into the clouds high above. Ooh, if you bled, I'll bleed the same. Ooh, if you're scared, I'm on my way. Did you run away? Did you run away? I don't need to know. But if you ran away, if you ran away, come back home. Just come home.
Thank you.
turns. Oh, you pull me in. With every passing breath, a new one begins. Only we know how far we can go. Time will tell the story that's holding out before me. Let's run until forever, you and me together. And we'll never reach the end. So let forever begin. As never-ending as the sky is far and wide, endless as the land beneath the starry night. Let's fall into a dream that never has to end. We'll open up our eyes and do it all again. Only we know how far we can go. Time will tell the story that's holding out before me. When I make mistakes, you have what it takes to speak to me so I can change and be a better man. When it feels too much, all you do is touch me on my back where you know well will calm me down inside. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. 'Cause baby, all you do is bring out what is best in me. What was unseen to me, now I see them with you. You bring balance to my life, so love me as if you would be my wife. When I'm negative and too sensitive, you help me open up my eyes to see what's beautiful. Babe, you never lie, even if sometimes it's very hard to tell the truth. You'll find a way somehow. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. 'Cause baby, all you do is bring out what is best in me. What was unseen to me, now I see them with you. You bring balance to my life, so love me as if you would
So let me ask if you would be my wife.